പക്ഷേ ഞാൻ 100 എഴുതിയില്ല. പക്ഷേ കുറേ എണ്ണം നമ്മൾ അതിനകത്ത് പഠിച്ചു. വേറെ എന്തൊക്കെയായിരുന്നു? ചോക്ലേറ്റ് അല്ലായിരുന്നു വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്? എനിക്കറിഞ്ഞിട്ട് ലിസോ എന്നൊരു ചോക്ലേറ്റ് ആണ് റീറ്റെയിൽ സെഗ്മെന്റിൽ കേരളത്തിൽ നിന്നൊരു പ്രോഡക്റ്റ് B2Cയിൽ വന്നിട്ട് പോയി നിൽക്കുന്നത് അല്ലേ? അതെ. നമസ്കാരം. 15 വർഷത്തെ ഒരു കോറി ബിസിനസ് ചെയ്തിട്ട് വളരെ വ്യത്യസ്തമായി കോറിയിൽ നിന്ന് പാറകളിൽ നിന്ന് ഒരാൾ പെട്ടെന്നൊരു ചോക്ലേറ്റ് ബിസിനസ് അല്ലേ, കംപ്ലീറ്റ്ലി 2 വേരിയേഷൻസ് ആണ്. ആ ഒരു ചോക്ലേറ്റ് ബിസിനസ്സിലേക്ക് വന്ന് അതും വളരെ വ്യത്യസ്തമായി, അതായത് മറ്റുള്ളവരിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് ബിസിനസ് നടത്തുന്ന ഒരു ഓണ്ടർപ്രണറിയാണ് നമുക്കിടെ മുന്നിലുള്ളത്. എൻ്റെ സുഹൃത്തും എൻ്റെ അത്യാവശ്യം വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ കിഷോർ ജോർജ്. താങ്ക് യു കിഷോർ. അപ്പോൾ നമുക്കിന്നത്തെ ടോപ്പിക്ക് ഫിൻടാക്സ് മാൻ്റെ ലീഡേഴ്സിൻ്റെ വിഷൻ, അതാണ് നമ്മുടെ ഒരു വിഷയം. ആസ് ബീങ് എ ലീഡർ. അപ്പം നോയിങ് യു ഫോർ ക്വൈറ്റ് സം ടൈം, എനിക്കറിയാം എത്രത്തോളം യു ബീങ് പാഷനറ്റ് അബൌട്ട് ബീങ് എ ചോക്ലേറ്റ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ പറയണേ, കോറി ബിസിനസ്സിൽ നിന്ന് ഒരാൾ എങ്ങനെയാണ് ഈ ചോക്ലേറ്റ് ബിസിനസ്സിലേക്ക് മാറുന്നത്? അത് വളരെ ഭയങ്കര വിചിത്രമായിട്ടുള്ളൊരു വ്യത്യാസമായിട്ടില്ലല്ലേ? ഏകദേശം ഒരു 15 വർഷത്തോളം നേരത്തെ പറഞ്ഞ പോലെ ചോക്ലേറ്റ് ബിസിനസ്, കോറി ബിസിനസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് സബ്സീക്വൻ്റ്ലി എൻവയറൺമെൻറ്റ് ക്ലിയറൻസ് അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്താണ് എനിക്ക് നിർത്തേണ്ടി വന്നത്. അപ്പം ആ സമയത്ത് എനിക്ക് ഐ വാസ് ലെസ് ദാൻ 45, ടു ഏർലി ടു റിട്ടയർ ചെയ്യാനൊന്നും സമയമായിട്ടില്ല. അങ്ങനെ അപ്പോൾ എന്തെങ്കിലും ചെയ്യണം. കാര്യം ആസ് എൻ ബ്ലഡിൽ ഓൺട്രപ്രണർഷിപ്പ് ഉണ്ട്. ഞാൻ എൻജിനീയറിങ് പഠിച്ചതിന് ശേഷം അന്ന് തൊട്ടേ ബിസിനസ്സാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുവരെ ജോലിക്ക് പോയിട്ടില്ല. എനിക്ക് എപ്പോഴും എൻ്റെ ഒരു എനിക്ക് മാക്സിമം ക്രിയേറ്റീവ് ആകാനും നമ്മുടെ ഒരു ഫ്രീഡവും ഒക്കെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതിന് ഓൺട്രപ്രണർഷിപ്പ് മാത്രമേ ഉള്ളൂ വഴി. ആരുടെ അടിയിൽ ജോലിക്ക് പോയാൽ നമുക്ക് ആ ഫ്രീഡം ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് തൊട്ടേ ഞാൻ സ്വന്തമായിട്ടുള്ള ബിസിനസ്സാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇത് ഈ 45 വയസ്സ് താഴെ ഈ ബിസിനസ്, കോറി ബിസിനസ് നിർത്തി കഴിഞ്ഞപ്പോൾ അടുത്ത എന്തെങ്കിലും ചെയ്യണം. അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോറി ബിസിനസ് പ്രൊഫഷണലി നടത്താൻ പറ്റുന്ന സംഭവമാണോ? കോറി ബിസിനസ് ഒരു ഓൾമോസ്റ്റ് 100% പ്രൊഫഷണലായിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. കാരണം ദാറ്റ് വാസ് മൈ വിഷൻ ഓഫ് ഡൂയിങ് ഇറ്റ്. ഇന്നും ആ ഇൻഡസ്ട്രിയിൽ 10 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഐ സ്റ്റിൽ ഹാവ് ദ നെയിം. ആൾക്കാർക്ക് സംശയം ഉണ്ടെങ്കിലും അവരിന്നും എൻ്റെ പേര് റെഫർ ചെയ്യും. കാരണം ഈ കേരളത്തിലും സൗത്ത് ഓഫ് തമിഴ്നാടും എടുത്തു കഴിഞ്ഞാൽ ഒരു ഫുള്ളി ഇമ്പോർട്ട് ചെയ്ത ഒരു യൂറോപ്യൻ പ്ലാന്റ് കൊണ്ടുവരുന്നത് ഞാനാണ്. വെരി ഗുഡ്. എവിടെയായിരുന്നു അത്? ചെയ്തത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്, കേരളത്തിൻ്റെ ബോർഡറിലാണ് ചെയ്തത്. പക്ഷെ അത് ഫുള്ളി ഇമ്പോർട്ടഡ് പ്ലാന്റ് കൊണ്ടുവരാനുള്ള ധൈര്യം കാണിച്ചത് ഞാനാണ്. അതിനുശേഷമാണ് മറ്റു പലരും ഈ പ്ലാന്റുകളിലോട്ട് വന്നത്. അതേപോലെ തന്നെ നമ്മൾ 100% ബില്ല് ചെയ്താണ് അവിടുന്ന് പ്രോഡക്ട്സ് വിറ്റുകൊണ്ടിരുന്നത്. പ്രോഫിറ്റബിൾ ആണ് ഈ ബിസിനസ് അല്ലേ? തീർച്ചയായിട്ടും പ്രോഫിറ്റബിളാണ്. വളരെ പ്രോഫിറ്റബിളായിട്ടുള്ള ബിസിനസ്സാണ്. പിന്നെ എല്ലാ ബിസിനസ്സിലുള്ള പോലെ നമ്മൾ നന്നായിട്ട് ചെയ്യുന്നതനുസരിച്ച് പ്രോഫിറ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ അത് ഒരു വളരെ പ്രൊഫഷണലായിരുന്നു ഞങ്ങളുടെ സിസ്റ്റം. ഈ ബിസിനസ് നിർത്തിയ സമയത്ത് മറ്റ് അടുത്തൊരു ബിസിനസ് ചെയ്യണം. പിന്നെ പല ബിസിനസ്സുകളും നമ്മൾ ആ സമയത്ത് അതിനെക്കുറിച്ച് പഠിച്ചു. ഞാൻ ഈയിടെ ഒരിടത്ത് വായിക്കുകയുണ്ടായി, മിനിമം ഒരു 100 ബിസിനസ് ഐഡിയെങ്കിലും എഴുതിയതിന് ശേഷമേ നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം പിക്ക് ചെയ്യാവുള്ളൂ. പക്ഷേ ഞാൻ 100 എഴുതിയില്ല. പക്ഷേ കുറേ എണ്ണം നമ്മൾ അതിനകത്ത് പഠിച്ചു. വേറെ എന്തൊക്കെയായിരുന്നു? ചോക്ലേറ്റ് അല്ലായിരുന്നു വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത്? ചോക്ലേറ്റ് അല്ലായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ഹോർട്ടിക്കൾച്ചറിനോട് താല്പര്യമുണ്ടായിരുന്നു. അതിനെ പിന്നെ സബ്സീക്വൻ്റ്ലി അതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആയിട്ട് മാറ്റാനും അങ്ങനെയുള്ള പലതും ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. ഐ ഈവൻ ലുക്ക്ഡ് അറ്റ് ഐസ്ക്രീംസ്. അങ്ങനെ പല ആ സമയത്ത് നോക്കിയിട്ടുണ്ട്. അല്ല, വളരെ ഒരു സ്ട്രേഞ്ച് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഐ നോ യു ബീങ് എൻ എഞ്ചിനീയർ അല്ലേ, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അത്രയും അക്കാഡമിക്കലി വളരെ വെൽ ക്വാളിഫൈഡ് ആയിട്ട് വന്ന ഒരാൾ, അതായത് ദ വില്ലിങ്നെസ് ടു സ്റ്റാർട്ട് എനി ബിസിനസ്, അതായത് ഐസ്ക്രീം ആയിക്കോട്ടെ, ചോക്ലേറ്റ് ആയിക്കോട്ടെ, ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, അതെങ്ങനെ ഉണ്ടാക്കണമെന്നറിയില്ല, പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അത് എവിടെ നിന്നാണ് വരുന്നത്? അത് എനിക്ക് തോന്നുന്നത് അതൊരു ഇൻബിൽറ്റ് സാധനം തന്നെയാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഫെഡറൽ ബാങ്കിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പം എൻ്റെ ബ്ലഡിൽ കുറച്ച് ബിസിനസ് കിടപ്പുണ്ട്. പിന്നൊരു ധൈര്യം, അത് പിന്നെ ഫാമിലി നല്ലപോലെ സപ്പോർട്ട് ചെയ്യും. അവർക്ക്
പിന്നെ നമ്മൾ ജെനുവിൻ ആണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് നമ്മളെ തിരിച്ചറിയാം. നമ്മളതിനകത്ത് വലിയ മോമൂടിയിടൊന്നും ആവശ്യമില്ല. എൻ്റെ ജെനുവിനിറ്റി കൊണ്ട് എന്നെ ഒത്തിരി സ്ഥലത്ത് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ആ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്ക് നാളെ എന്തെന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പം ഇതിൻ്റെ അകത്തൊരു നമ്മുടെ ഒരു വിഷനും നമ്മുടെ ഒരു ഹോപ്പും ആണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ് എൻ്റെ. അപ്പോൾ ശരിക്കും അങ്ങനത്തെ ഒരു വിഷൻ ഉണ്ടെങ്കിൽ ആർക്കും ഏത് സെക്ടറും സ്റ്റാർട്ട് ചെയ്യാം, അത് അറിയണമെന്നില്ല. ഫണ്ടമെൻ്റൽസ് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ എല്ലാ ബിസിനസ്സിൻ്റെയും ഫണ്ടമെൻ്റൽസ് സെയിമാണ്. യു നീഡ് ടു നോ ഹൂ ഈസ് എ കസ്റ്റമർ, ഹൂം ആർ യു, അതിൻ്റെ ബാക്കി മാർക്കറ്റിങ്, ബാക്കിയെല്ലാം ഇപ്പം ഈവൻ ഇഫ് യു ലുക്ക് അറ്റ് ഇപ്പം ഏത് സാധാരണ ബിസിനസ് എടുത്താൽ പോലും ഫൈനാൻസിൻ്റെ കാര്യങ്ങൾക്ക് ദേ കം ടു പീപ്പിൾ ലൈക്ക് യു. അപ്പോൾ അവർക്ക് ഫൈനാൻസ് അറിഞ്ഞിട്ടല്ല. പിന്നെ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ചെയ്തത്, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു, ചോക്ലേറ്റിനെ കുറിച്ച്. ഈവൻ കോറിയിങ് ബിസിനസ്സിൽ പോലും ഞാൻ സാധാരണഗതിയിൽ ഒരു ഇൻഡസ്ട്രി ഐഡൻറ്റിഫൈ ചെയ്താൽ ഞാനത് ചെയ്യുന്നത് ഹൂ ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ ഫ്രം ഹൂം ഐ ക്യാൻ ലേൺ, അത് കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ആദ്യത്തെ എൻ്റെ വെഞ്ചർ. പിന്നെ കോറി ബിസിനസ്സിലാണെങ്കിൽ ഞാൻ ഇനീഷ്യലി അതിൻ്റെ അകത്ത് വർഷങ്ങളോളമായിട്ട് ഇവിടെ പൈനിയേഴ്സായിട്ട് കോറിങ് ബിസിനസ് തുടങ്ങിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിനെ പോയി കണ്ട് അദ്ദേഹമാണ് എന്നെ അഡ്വൈസ് ചെയ്തത് ആ സമയത്ത്. പിന്നെ അത് ഫ്രം എ സെറ്റിംഗ് അപ്പ് ദ യൂണിറ്റ്, ഫ്രം ബിസിനസ് സൈഡിൽ ഐ കുഡ് ഫൈൻഡ് ഔട്ട് സംബഡി എന്നോട് സ്നേഹമുള്ള ഒരാളെ ഞാൻ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ആവശ്യത്തിന് ബിസിനസ് സൈഡിൽ അഡ്വൈസ് എടുത്ത് അങ്ങനെയാണ് ഞാൻ കോറിങ് ബിസിനസ് തുടങ്ങിയത്. ഇതിൻ്റെ അകത്ത് എനിക്ക് മാനുഫാക്ചറിങ്ങിനെ കുറിച്ച് പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. പക്ഷേ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. കാര്യം നാളെ ഓപ്പറേഷൻസിൽ യു ക്യാൻ ഓൾവേസ് ഗെറ്റ് പീപ്പിൾ, ബട്ട് യു നീഡ് ടു ഹാവ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആ ബിസിനസ്സിനെ കുറിച്ച് വേണം. അപ്പോൾ ഞാനിത് എവിടെ പോയി പഠിക്കാമെന്ന് അന്വേഷിച്ചു. വലിയ ഇന്നത്തെ പോലെ അന്ന് ഇൻ്റർനെറ്റിൽ അത്രയും 10 വർഷം മുമ്പ് ഇത്രയും മെറ്റീരിയലൊന്നും അറിയത്തില്ല. അപ്പം ഇങ്ങനെ കുറേ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഓസ്ട്രേലിയയിൽ പോയി ഞാൻ ആദ്യം ഈ ഗോർമേ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് പഠിച്ചു. പിന്നെ ജർമ്മനിയിൽ പോയി ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് പഠിച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ എക്യുപ്മെൻറ്റ് സപ്ലയേഴ്സൊക്കെ നമ്മൾ എക്യുപ്മെൻറ്റ് വാങ്ങിക്കുന്ന സമയത്തൊക്കെ അവരും കുറേ ട്രെയിനിങ് തരും. പിന്നെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് വരുമ്പോഴും നമ്മുടെ സ്പ്രെഡാണെങ്കിൽ വി ടുക്ക് ഹെൽപ്പ് ഫ്രം ഇറ്റാലിയൻ ഷെഫ്സ്, ഇറ്റാലിയൻ ഇൻഡസ്ട്രി. പെബിൾസും റോക്സും ചെയ്ത സമയത്ത് നമ്മൾ ജർമ്മനിയിലുള്ള ലാബ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു. അപ്പം ഞാൻ ടിപ്പിക്കലി ഓൾമോസ്റ്റ് ഇന്റർനാഷണൽ സപ്പോർട്ട്. കാര്യം ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ യു നീഡ് ആൻ ഇൻ്റർനാഷണൽ സപ്പോർട്ട്. അപ്പോൾ റൈറ്റ് ഫ്രം ഈവൻ ഇൻ കോറിങ് ബിസിനസ് ഞാൻ ആ ഫുള്ളി ഇമ്പോർട്ടഡ് യൂറോപ്യൻ പ്ലാന്റ് ഇറക്കിയ ആ സമയത്താണ് ഞാൻ ഈ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു മാനുഫാക്ചറിങ് സിസ്റ്റവും അവരുടെ സപ്പോർട്ട് സിസ്റ്റമൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയത്, അവരുടെ ഡെപ്ത് ഓഫ് നോളജ് ഓഫ് ദ ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കിയത്. അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയി പഠിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് ഞാൻ ഇതിനകത്ത് ചെയ്തത്. അപ്പോൾ ചോക്ലേറ്റിനെ കുറിച്ച് ഞാൻ അത്രയും ഒരു 1.5 വർഷത്തോളം ഇതിൻ്റെ പുറകെ നടന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചു. പഠിച്ചതിന് ശേഷമാണ് ഇതിലോട്ട് വരുന്നത് അല്ലേ. അപ്പം നമുക്കിങ്ങനെ ഒരു ഇൻഡസ്ട്രി, ഒരു ടെക്നിക്കലി ഒരു പ്ലാന്റ്, മാനുഫാക്ചറിങ്, ഈ പ്രോസസ്സാണല്ലോ ഉണ്ടാക്കേണ്ടത്. പ്രോഡക്റ്റിലേക്ക് ഞാൻ പിന്നെ വരാം. എന്നാലും ചോദിക്കുന്നതിന് മുമ്പ്, എന്തുകൊണ്ട് കേരളം? എല്ലാവരും മിക്കവാറും ആൾക്കാർ കേരളത്തിൽ ഓണ്ടർപ്രണർ ആയിരിക്കും, പക്ഷേ പ്ലാന്റ് കൊണ്ടുവിടുന്ന വല്ല ആന്ധ്രയിലോ വല്ല തമിഴ്നാട്ടിലോ ഒക്കെ ആയിരിക്കും. കാരണം കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ, എസ്പെഷ്യലി ഇതുപോലത്തെ യൂണിറ്റുകൾ, മാനുഫാക്ചറിങ് പ്ലാന്റുകൾ ഇടാൻ അത്യാവശ്യം എനിക്കറിയാം യു പുട്ട് ലോട്ട് ഓഫ് മണി ഓൺ ദ പ്ലാന്റ് സൈഡ് ഒക്കെ എനിക്ക് പേഴ്സണലി അറിയാം. എന്തായിരുന്നു അതിൻ്റെ ഒരു ധൈര്യം? എന്തായിരുന്നു? കേരളത്തിൽ ഈ പറയുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യുന്ന മെജോറിറ്റി ആൾക്കാരും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. ഗവൺമെൻറ് സൈഡിൽ നിന്നും ഞാൻ കിൻഫ്രയ്ക്കകത്താണ് സെറ്റപ്പ് ചെയ്തത്. ട്രിവാൻഡ്രം കിൻഫ്രയിലാണ്. അപ്പോൾ കിൻഫ്രയുടെ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും വളരെ സപ്പോർട്ടുണ്ട്. അത് പിന്നെ ഞാൻ കേരളത്തിൻ്റെ വെളിയിലും ബിസിനസ് ചെയ്തതുകൊണ്ട് കേരളത്തിൽ ഉള്ള ബെനിഫിറ്റ്സ്, അഡ്വാൻറ്റേജസ് പലർക്കും കേരളത്തിലുള്ള ബിസിനസ്സുകാർക്ക് അറിയത്തില്ല. ഇവിടെ കേരളത്തിൽ നമുക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് നേരെ പോയി കാണാം, സംസാരിക്കാം, പലതൊന്നും സോൾവ് ചെയ്യാം. കേരളത്തിൻ്റെ പുറത്ത് പലതും വേറെ പല ഇക്വേഷൻസുമാണ് വർക്ക് ചെയ്യുന്നത്. ഈ പറയുന്ന കൺവീനിയൻസ് ഒന്നും അവിടെ ഇല്ല. ഇത് കുറേയൊക്കെ കേരളത്തിൻ്റെ പുറത്ത് ബിസിനസ് ചെയ്യാത്തതുകൊണ്ടാണ് കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടാന്ന് പറയുന്നത്. അപ്പം പിന്നെ എല്ലാ ബിസിനസ്സിലും ഉള്ള പോലെ, അല്ലെങ്കിൽ എല്ലാ പ്രൊഫഷനിലും ഉള്ള പോലെ
കുറച്ച് റോട്ടൻ ചീഞ്ഞ മുട്ടയുണ്ട്, അത് എല്ലായിടത്തും കാണും. അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ധൈര്യമാണ് ഒരു ഓൺട്രപ്രണർക്ക് വേണ്ടത്. ശരിയാണ്. അപ്പോൾ അത് ഞാൻ വർഷങ്ങളോളം ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് തമിഴ്നാട്ടിലും എനിക്ക് ലേബർ ഇഷ്യൂസും ലേബർ കോർട്ടും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് മാനേജ് ചെയ്യാം. അവിടെ ആണെങ്കിലും അവിടെ മാനേജ് ചെയ്യുന്നില്ല, ഇവിടെ മാനേജ് ചെയ്യാം, വേറെ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അതൊരു വലിയ ഫാക്ടറൊന്നും അല്ല. ഇനി അതിലടുത്ത ഏറ്റവും വലിയൊരു ധൈര്യം, ഓക്കെ, ഒന്ന് കേരളം ഒരു ധൈര്യമാണ്. ഓക്കെ, അടുത്ത ഏറ്റവും വലിയൊരു ധൈര്യം ചോക്ലേറ്റ്. അതൊരു വലിയൊരു ലാർജ് ഇൻഡസ്ട്രിയാണ്, ഒരു ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രിയാണ്. ആ ചോക്ലേറ്റിൽ എനിക്ക് അറിഞ്ഞിട്ട് ഇന്ത്യയിലെ ഒരു അമൂൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അല്ലാതെ നമ്മൾ ഈ കാണുന്ന കടകളിൽ കാണുന്ന എല്ലാ ചോക്ലേറ്റും ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണ് അല്ലേ? ഓൾമോസ്റ്റ് എല്ലാം ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണ്. FMCGയിൽ റീറ്റെയിൽ സെഗ്മെൻറ്റിൽ എല്ലാം കാണുന്ന ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ആ ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ ഇടയിൽ കൊണ്ടുപോയി നമ്മുടെ പ്രോഡക്റ്റ് വെക്കാം എന്നുള്ള ധൈര്യം എന്തായിരുന്നു? എനിക്കറിഞ്ഞിട്ട് ലിസോ എന്നൊരു ചോക്ലേറ്റ് ആണ് റീറ്റെയിൽ സെഗ്മെൻറ്റിൽ കേരളത്തിൽ നിന്നൊരു പ്രോഡക്റ്റ് B2Cയിൽ വന്നിട്ട് പോയി നിൽക്കുന്നത് അല്ലേ? അതെ. അതെന്തായിരുന്നു? വാട്ട് ഈസ് എ ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി? ഇത് നല്ല പ്രോഡക്റ്റ് കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ നല്ല പ്രോഡക്റ്റ് മാത്രം പോരാ ഒരു ബിസിനസ് സർവൈവ് ചെയ്യാൻ. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ബാക്കി ഇൻഫ്രാസ്ട്രക്ചറും വേണം. മറ്റേത് ബിസിനസ് പോലെ ഉള്ളൂ. ഇപ്പോൾ മൾട്ടിനാഷണൽസ് ഈ വളരെയധികം ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടേതായിട്ടൊരു സ്പേസ് കണ്ടുപിടിക്കുക. ഇപ്പം നമ്മുടെ ഓരോ പ്രോഡക്റ്റ് എടുത്താലും ദ വെരി യുണീക്ക്. നമുക്കൊരു സിമിലർ കോമ്പറ്റീഷൻ ഇന്നൊരു മൾട്ടിനാഷണൽ കമ്പനി, നമുക്ക് ലിസോയുടെ സ്പ്രെഡ് ഉണ്ട്, ലിസോയുടെ പെബിൾസ് ഉണ്ട്, ലിസോയുടെ റോക്സ് ഉണ്ട്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ഈ പറയുന്ന സ്പ്രെഡും എന്താണ്? വേറെ മാർക്കറ്റ് പ്രൊഡക്റ്റുമായിട്ട് സ്പ്രെഡും പെബിൾസും ഈ റോക്സും തമ്മിൽ എന്താണ്? ലിസോ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രെഡിലൊക്കെ പുരട്ടി കഴിക്കുന്ന, അല്ല ചപ്പാത്തി പുരട്ടി കഴിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കൂടുതലും കാണുന്ന ഇങ്ങനെയാണ് ആൾക്കാർ വാങ്ങിക്കുന്നതെങ്കിൽ ഇത് ചുമ്മാ ചോക്ലേറ്റ് പോലെ വാരി തിന്നുന്ന ന്യൂട്ടെല്ല പോലെ തന്നെയാണ് അല്ലേ? ന്യൂട്ടെല്ല പോലെ തന്നെയുള്ള പ്രോഡക്റ്റാണ്. ഇതേപോലെ സിമിലർ പ്രോഡക്ട്സ് ഒത്തിരി മാർക്കറ്റിലുണ്ട്. അപ്പം നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മളൊരു തീരുമാനമെടുത്തു. മാർക്കറ്റിൽ ബ്രാൻഡിനൊരു പൊസിഷൻ വേണം, പ്രോഡക്റ്റിനൊരു പൊസിഷൻ വേണം. എയ്തർ നമ്മളൊന്നുമില്ല ന്യൂട്ടെല്ലേക്കാളും നല്ല പ്രോഡക്റ്റ് ഇറക്കണം, അല്ല ന്യൂട്ടെല്ലേക്കാളും കുറഞ്ഞ പ്രോഡക്റ്റ് ഇറക്കി വളരെ വില കുറച്ച് മാസമായിട്ട് വിൽക്കണം. അപ്പം ഞാൻ ഒരിക്കലും ഈ ബിസിനസ്സിൽ ഇറങ്ങിയത് എൻ്റെ കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള സാധനം കൊണ്ടുവരാനാണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് ന്യൂട്ടെല്ലേക്കാളും കുറഞ്ഞൊരു പ്രോഡക്റ്റ് ഇറക്കുക എന്നുള്ളത് എൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല. അപ്പോൾ എങ്ങനെ ന്യൂട്ടെല്ലേക്കാളും നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം, അതായിരുന്നു തോട്ട് പ്രോസസ്സ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറ്റലിയിൽ പോയി. ഇറ്റലിയാണ് ആക്ച്വലി ന്യൂട്ടെല്ലയുടെ ഹോം. ന്യൂട്ടെല്ല വരുന്ന പേരൻറ് കമ്പനി ഇറ്റലിയിലാണ്. അവിടെ പോയി ഷെഫ് ഫെറോറോ എന്നാ കമ്പനിയുടെ പേര്. അപ്പോൾ അവിടെ പോയി നല്ല അവിടുത്തെ ഷെഫുകളെ കണ്ടുപിടിച്ച്, അവിടുത്തെ എക്യുപ്മെൻറ്റ് സപ്ലയേഴ്സിനെ കണ്ടുപിടിച്ച് എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. അത് കഴിയുമ്പോൾ നമ്മൾ ഈ എക്സിസ്റ്റിംഗ് ന്യൂട്ടെല്ലായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് അതിനേക്കാളും ബെറ്റർ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി. അങ്ങനെ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റ് വൈസും പ്രോസസ് വൈസും നമ്മൾ ബെറ്ററാക്കി ചെയ്തു. അപ്പോൾ നിങ്ങളുടെ സ്പ്രെഡ് ആക്ച്വലി ഡെവലപ്ഡ് ഇൻ ഇറ്റലി? യെസ്, എൻ്റെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഇറ്റലിയിൽ നിന്നായിരുന്നു. ഓക്കെ. രണ്ടാമത് നമ്മൾ ഈ പെബിൾസ് ചെയ്തപ്പോഴും പെബിൾസിന് ഇക്വലൻ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഇന്ന് എന്താ ജെംസ് ആണോ? എന്താണ് വാട്ട് യു കമ്പയർ? ജെംസ് എന്ന് പറഞ്ഞാൽ ജെംസിൻ്റെ നടുക്ക് ചോക്ലേറ്റും വെളിയിലൊരു കോട്ടിങ്ങുമാണ്. നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നടുക്ക് ആൽമണ്ട്, മേക്കിംഗ് ഇറ്റ് മോർ ഹെൽത്തി, കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. അതിൻ്റെ പുറത്ത് ചോക്ലേറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആണ്. നമ്മുടെ 3 കളർ ഈസ്റ്റർ എഗ് എന്നും പറഞ്ഞ ആൾക്കാർ അത് വാങ്ങിക്കാറുണ്ട്. 3 കളറിൽ അത് ലോഞ്ച് ചെയ്തത്. അത് ഡെവലപ്പ് ചെയ്ത സമയത്തും നമ്മൾ ജർമ്മനിയിലുള്ള ലാബിൻ്റെ ഹെൽപ്പ് എടുത്തു. അവർ വേൾഡ് വൈഡ് ഉള്ള വലിയ കമ്പനികൾക്ക് പോലും ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന കമ്പനിയാണ്. അവരൊരു പ്രോജക്റ്റ് ബേസിൽ നമ്മളൊരു ഐഡിയ കൊടുത്ത് അവരുടെ കൂടെ ഡെവലപ്പ് ചെയ്യാം. അവരവിടെ പോയി നമുക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകളാണ് മിക്ക. ഞാൻ അധികം 1-2 റിസോർട്ടിലേക്ക് പോകുന്ന സമയത്ത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കാണാം. അതെ. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ കൂടുതൽ അവിടെ പ്ലേസ് ചെയ്യുന്നുണ്ടല്ലേ? അത് പ്ലേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ആ ഒരു ലെവലിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ബ്രാൻഡിൻ്റെ പുറത്തുള്ള ട്രസ്റ്റ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 8 വർഷത്തോളമായി ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ആ 8 വർഷം ഇൻഡസ്ട്രി നിലനിന്ന് തന്നെ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. പിന്നീടാണ് റോക്സ് വരുന്നത് അല്ലേ? റോക്സ് നമ്മുടെ ഓഫ് ലൈറ്റ് ഡെവലപ്മെൻ്റ് ആണ്. അത് കുറച്ചും കൂടെ ഒരു സെൻറ്റർ അത്ര ഹെവി അല്ല, ഒരു മില്ലറ്റ് ബേസ്ഡ് സെൻറ്ററാണ്. അതിൻ്റെ പുറത്ത് ചോക്ലേറ്റ്. കമ്പാരബിൾ ഏതാ പ്രോഡക്റ്റ് ഉള്ളത് അതിനെ പറ്റിയ? ഇതിന് ഈ പെബിൾസിനും റോക്സിനും സ്ട്രേറ്റ് വേ കമ്പയറബിൾ പ്രോഡക്ട്സ് ഇല്ല. വി ആർ ഓരോ ആസ്പെക്റ്റ് എടുത്താലും നമ്മൾ വളരെ ഡിഫറെൻ്റ് ആണ്.
അത് നമുക്ക് ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോപ്പി കാറ്റായിട്ട് കാര്യമില്ല. നമ്മളൊരാളെ കോപ്പി അടിച്ചുകൊണ്ട് സർവൈവ് ചെയ്യാൻ വലിയ അല്ല, അതും ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യമാണ്. ഞാൻ പറയാം, എങ്ങനെ ധൈര്യം എന്ന് പറയുന്നത്, ഒന്ന് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണ് ഈ പറഞ്ഞ കടകളിലുള്ളത്. മിക്ക ആർക്കും അറിയണമെന്നില്ല. അതായത് കേരളത്തിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് ഈ പറയുന്ന ലിസോ ഉണ്ടാക്കി ഇതുപോലത്തെ FMCG മാർക്കറ്റിൽ ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ കൂടെ വന്നിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് എത്ര പേർക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ചോദ്യം, എന്താ ഈ 3 SKUയിൽ നിന്നുള്ള നിങ്ങളുടെ കോൺഫിഡൻസ്? 3 SKUയിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ബിസിനസ് അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റബിൾ ആക്കണം. ഒരു SKU വെച്ച് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുമെങ്കിൽ ഞാനതേ ചെയ്യുള്ളൂ. എൻ്റെ ഫിലോസഫി വളരെ ക്ലിയർ ആണ്, മേക്ക് എവറിത്തിങ് ആസ് സിമ്പിൾ ആസ് പോസിബിൾ. ഇപ്പം നമ്മളത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഇന്നും എൻ്റെ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് എൻ്റെ അടുത്ത് പറയും, കിഷോർ യു ജസ്റ്റ് നീഡഡ് പെബിൾസ് മാത്രം മതിയായിരുന്നു, എന്തിനാണ് ബാക്കിയുള്ള ചെയ്യുന്നതെന്ന് വരെ ചോദിക്കും. അപ്പം നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയാണ് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഒന്നാമത്തെ ആസ്പെക്റ്റ്. അപ്പോൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു ഓപ്പറേറ്റ് ആൻഡ് സ്കെയിലബിൾ. സ്കെയിലബിലിറ്റിയും ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രോഡക്ട്സ്, കാരണം പലപ്പോഴും FMCG കമ്പനീസിന് 100 പ്രോഡക്റ്റ് 200 പ്രോഡക്റ്റ് എല്ലാം ഉണ്ട്. നമുക്ക് ആ അത്രയും പ്രോഡക്റ്റിൻ്റെ ആവശ്യമില്ല. ഉള്ള പ്രോഡക്റ്റ് കറക്റ്റായിട്ട് സപ്ലൈ ചെയ്യുകയും സർവീസ് ചെയ്യുകയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഈ 3 പ്രോഡക്റ്റ് മതി. ആൻഡ് വി വിൽ സെർട്ടൻലി ഡു അതർ പ്രോഡക്ട്സ്. പക്ഷേ അത് കുറച്ചുകൂടെ സമയം കഴിഞ്ഞ് നമ്മുടെ ഈ പ്രോഡക്ട്സ് കറക്റ്റായിട്ട് സ്ട്രീംലൈൻ ചെയ്ത് അതിൻ്റെ മാർക്കറ്റിങ്ങും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അഡീഷണൽ പ്രോഡക്ട്സ് ആലോചിക്കുകയുള്ളൂ. വേറൊരു, ഞാൻ ഈ ലോഗോ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, ലിസോ ചോക്ലേറ്റ് എന്ന് എഴുതിയത്. നോർമലി കേരളത്തിലെ ബിസിനസ് ഓണേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കമ്പനിക്ക് പേരിടുന്ന അല്ലെങ്കിൽ സ്വന്തം പേരോ അല്ലെങ്കിൽ വൈഫിൻ്റെ പേരോ അല്ലെങ്കിൽ മക്കളെ കുട്ടികളുടെ ഏതെങ്കിലും ഒരു പേരാണ് ഇടുക. ഈ ലിസോ ആരെങ്കിലും വീട്ടിലെ ഫാമിലിയിലെ ആൾക്കാരുടെ പേരാണോ? എന്താണ് ലിസോ? ലിസോ അങ്ങനെ ആരുടേതും അല്ല. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാനിത് ഇങ്ങനെ, നമുക്ക് പല പേര്, അപ്പോൾ ഈ നമ്മൾ ഈ നെയിം രജിസ്ട്രേഷൻ ചെല്ലുമ്പോൾ ഈ പേരുകൾ പലതും ഇങ്ങനെ റിജക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോ ദിവസവും ഇരുന്ന് ഓരോ കോമ്പിനേഷൻ വർക്ക് ചെയ്യുക. അങ്ങനെ പുള്ളി ഒരു ദിവസം കണ്ടുപിടിച്ചതാ. എന്താ മീനിങ്? എന്താ ലിസോയുടെ മീനിങ്? എന്താ ലിസോയുടെ മീനിങ് സ്മൂത്ത്. ഇറ്റ്സ് എ സ്പാനിഷ് വേർഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. സ്മൂത്ത് ഇസ് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയയും കൂടെ. അപ്പോൾ നല്ലൊരു വാക്കായിട്ട്. അല്ല, ഞാനിത് ചോദിച്ച കാരണം മിക്കപ്പോഴും പല ക്ലയൻറ്റുകളും നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് അവരിടുന്ന കമ്പനിക്ക് പേര്, ബ്രാൻഡിൻ്റെ പേരൊക്കെ വീട്ടുപേരോ അല്ലെങ്കിൽ അത് നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും ഒരു എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത്, ഒരു ഇൻവെസ്റ്റർ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഫർദർ ഗ്രോത്തിനൊക്കെ ചിലപ്പം ഈ ഒരു പേര് വലിയൊരു തടസ്സമായിട്ട് കാണാറുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്, എന്താണ് ലിസോ എന്നുള്ള ഒരു പേരിൻ്റെ? ഇതിനകത്തൊരു ഒരു സ്റ്റോറിയും കൂടെ ഉള്ളത്, ഈ ചോക്ലേറ്റിയർ എന്നതാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ചോക്ലേറ്റിയർ സാധാരണ എന്തുകൊണ്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം വരും. അപ്പം ചോക്ലേറ്റിൽ 3 ബിസിനസ് മോഡലുണ്ട്. നമ്മളൊരു ലാർജർ സ്കെയിൽ നോക്കിയാൽ, ഒന്ന് നമ്മൾ ഈ കൊക്കോ ബീൻസിൽ നിന്ന് തൊട്ട് ചോക്ലേറ്റ് വരെ ഉണ്ടാക്കി അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റും. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് മാത്രമാണ്. നമ്മളതിനെ ഒരു പെബിൾസ് എന്ന് പറഞ്ഞ ഒരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് മാറ്റുന്നതാണ് 3ാമത്തെ സ്റ്റേജ്. അപ്പം ഒരു ബിസിനസ് മോഡൽ, ഞാനിത് കൊക്കോ ബീൻസിൽ നിന്ന് പെബിൾസ് വരെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് വിൽക്കുക എന്നുള്ളതാണ് ഒരു മോഡൽ. അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് മോഡൽ, ഈ കൊക്കോ ബീൻസിൽ നിന്ന് ബൾക്ക് ചോക്ലേറ്റ് ആക്കി വിൽക്കുക. 3ാമത്തെ ബിസിനസ് മോഡലാണ് ബൾക്ക് ചോക്ലേറ്റിൽ നിന്ന് പ്രോഡക്റ്റാക്കി മാറ്റുക. അപ്പം ഈ ചോക്ലേറ്റിൽ നിന്ന് ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവരാണ് ചോക്ലേറ്റിയർ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ ഹൈ ക്വാളിറ്റി ചോക്ലേറ്റ് സോഴ്സ് ചെയ്തിട്ട് അതിനെ നമ്മൾ പ്രോഡക്റ്റാക്കി മാറ്റിയാണ് നമ്മൾ വിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ചോക്ലേറ്റിയർ എന്ന് നമ്മൾ തന്നെ വിളിക്കുന്നത്. അതാണ് മീനിങ് അല്ലേ? അതാണ് ചോക്ലേറ്റിയർ. ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് ഹൈ ക്വാളിറ്റി ചോക്ലേറ്റ് സോഴ്സ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കും. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ചോക്ലേറ്റിയർ എന്നുള്ള പേര് വന്നത്. സോ കിഷോർ, ആക്ച്വലി എനിക്ക് ഒരു ടു ദ ഓഡിയൻസ്, അത് ഈ ഒരു സെഗ്മെൻറ്റ് FMCG വലിയൊരു ലാർജ് സെഗ്മെൻറ്റാണ്. ആൻഡ് ആ സെഗ്മെൻറ്റിൽ ഏത് ബിസിനസ് ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, എവിടെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, ഏത് പ്രോഡക്റ്റും കൺസ്യൂം ചെയ്യാം. ആസ് എൻ ഓണ്ടർപ്രണർ, നിങ്ങൾ ഇനിഷ്യലി വെൻ യു സ്റ്റാർട്ടഡ് ഈവൻ തിങ്കിങ് വന്നിട്ട് നമ്മുടെ ക്വാറി ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് ബിസിനസ്, ബിഗിനിങ്ങിൽ വാട്ട് വാസ് യുവർ തോട്ട് പ്രോസസ്? ഐ വോണ്ട് ടു സ്റ്റാർട്ട് സംതിങ്, ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ വരുന്ന സമയത്ത് എന്തായിരുന്നു ആദ്യത്തെ ഒരു തോട്ട് പ്രോസസ്? എന്താണ് ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്താണ്? അതും വലിയ ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ടും ചെറുതല്ല, വലിയ ലാർജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് ഒന്ന് ക്വാറി ബിസിനസ്സിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, വിച്ച് വാസ് ഓൾവേസ് മൈ പെയിൻ ഓൾസോ. അതായത് ഈ
ക്വാറി ബിസിനസ് സ്കെയിലബിൾ അല്ല. ഓക്കെ. ഒന്ന്, സ്കെയിലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്കെയിലബിൾ ആണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് ഡൈനാമിക്സ് ആർ ടോട്ടലി ഡിഫറെൻറ്റ്. അത് എൻ്റെ വാല്യൂ സിസ്റ്റവുമായിട്ട് എനിക്ക് മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. കാര്യം നമ്മൾ 100% ബില്ല് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഇന്നും വലിയ അത്ഭുതമാണ്, ഇതെങ്ങനെ 100% എങ്ങനെ പോസിബിൾ ആകുന്നതെന്ന്. അപ്പം സ്കെയിലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാല്യൂ സിസ്റ്റം വെച്ച് എനിക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയത്. അത് അത്ര വലിയ യൂണിറ്റ് ആയിരുന്നെങ്കിൽ പോലും ഞാൻ ഒരു സ്ഥലമായിട്ട് ഒതുങ്ങിപ്പോയത് മറ്റ് പല റെസ്ട്രിക്ഷൻസും കൊണ്ടാണ്. അതേസമയം എനിക്ക് ഇത് നിർത്തിയിട്ട് വേറൊരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്കെയിലബിൾ ബിസിനസ് വേണമെന്നുള്ള ഒരു തോട്ട് എനിക്കുണ്ടായിരുന്നു. രണ്ടാമത് അത് സ്ട്രക്ചറിൽ നടത്താൻ പറ്റണം. എന്നുവെച്ചാൽ ഇപ്പം ഇതേപോലെ ഒരു ബിസിനസ്സിന് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് വേറെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത ലൈസൻസിങ് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ക്വാറി ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ലൈസൻസിങ് ഫോർമാലിറ്റീസാണ്. അതിനിന്നും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു നിയമവും ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ എൻവയറമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിൽ പലതരം ഡെഫിനിഷൻസും പലതരം ഇൻ്റർപ്രിട്ടേഷൻസും വരുമ്പോൾ നമ്മുടെ ബിസിനസ് പല സമയവും നിന്നു പോകുന്നു. ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ പോലും പലപ്പോഴും അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു വലിയ പെയിൻ പോയിന്റ് ആയിരുന്നു ബിസിനസ് നടത്തി. ഇപ്പോഴത്തെ കറണ്ട് ബിസിനസ്സിന് മേജർ ചലഞ്ച് എന്താണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന മേജർ ചലഞ്ച്? ഇപ്പോൾ ഫേസ് ചെയ്യുന്ന മേജർ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ആസ് എ സ്മോൾ കമ്പനി, അത് ഞാൻ എൻ്റെ മറ്റേ കമ്പനിയിൽ ഫേസ് ചെയ്തിരുന്നതാണ്. ഞാൻ സ്മോൾ ആയിരുന്നപ്പോൾ നല്ല ടാലൻറ്റിനെ അട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഐ ഫേസ് ഹിയർ ഓൾസോ. അത് നമ്മൾ സ്മോൾ ആയിരിക്കും. മറ്റേന്ന് വെച്ചാൽ നമ്മൾ വലുതായി കഴിയുമ്പം ഒരാൾ പോകുമെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ 10 CV നമ്മുടെ ബാക്കപ്പ് ഇരിക്കും. നമുക്കത് പ്രശ്നമേ അല്ല. അപ്പോൾ സോ ഐ നോ ദാറ്റ് ദിസ് ഈസ് ഓൺലി എ ടെമ്പററി ഫേസ്. ഇത് ഒരു ഫേസ് കഴിയുമ്പോഴത്തേക്ക് ഈ പ്രശ്നം മാറും. ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്നത് നല്ല ടാലൻറ്റിനെ കിട്ടാനാണ്. മറ്റ് കോമ്പറ്റീഷൻ എല്ലാ ബിസിനസ്സിലും ഉള്ള പോലെ കോമ്പറ്റീഷൻ ഉണ്ട്. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഗെയിം. ടാലന്റ് നല്ലൊരു ചലഞ്ചാണ്. എന്താണ് വാട്ട് യു സീ ഫ്യൂച്ചർ? എന്തായിരിക്കും വാട്ട് ഈസ് ചോക്ലേറ്റ് എന്ന് പറയുന്ന സെഗ്മെന്റ് എന്തായിരിക്കും ഒരു ഫ്യൂച്ചർ ഉണ്ടാവുക? ചോക്ലേറ്റ് ഒരു കൺസിസ്റ്റൻ്റ്ലി ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ്. ഈവൻ ഡ്യൂറിങ് റിസഷൻ താന്നു പോകാത്തൊരു ഇൻഡസ്ട്രിയാണ്. കാരണം ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്മോൾ പ്ലഷർ. നമുക്ക് എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അടുത്ത കടയിൽ പോയി വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന ഒരു ലക്ഷറിയാണ് ചോക്ലേറ്റ്. അതുകൊണ്ട് ചോക്ലേറ്റ് ഈവൻ യൂറോപ്പിലൊക്കെ ഏറ്റവും വലിയ ഡിപ്രഷൻ വന്നപ്പോൾ പോലും ഗ്രോ ചെയ്ത ഒരേ ഒരു ഇൻഡസ്ട്രി ചോക്ലേറ്റാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ പെർ ക്യാപിറ്റ കൺസംഷൻ, ആളോഹരി കൺസംഷൻ വളരെ കുറവാണ് ചോക്ലേറ്റിൽ. അതുകൊണ്ട് ചോക്ലേറ്റ് എല്ലാ വർഷവും ഏകദേശം 7 to 8% ഇന്ത്യയിൽ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ ഇനിയുള്ള കാലത്ത് വളരെയേ ചെയ്യുള്ളൂ. ചോക്ലേറ്റ് ഇൻഡസ്ട്രിയിൽ ഞാൻ കാണുന്ന ഒരു വലിയ വ്യത്യാസം, ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ് എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മളൊക്കെ വളർന്നു വന്നത് ചോക്ലേറ്റ് എന്നും പറഞ്ഞ് കുറേ പഞ്ചസാര, ഫ്ലേവർ ചേർത്ത പഞ്ചസാര കഴിക്കുക എന്നുള്ളതാണ്. ശരിക്കും ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞ് ഇപ്പം നല്ല ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരിക്കലും അറിയില്ല ഇത് കൊള്ളാം സാധനം, പക്ഷെ എന്താ വ്യത്യാസമെന്ന് അറിയത്തില്ല. അപ്പോൾ ചോക്ലേറ്റ് എന്ന് പറഞ്ഞത് അത് ആ കൊക്കോയുടെയും അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെയും അതിൻ്റെ പെർസെൻറ്റേജസും എല്ലാമാണ് അതിൻ്റെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ചോക്ലേറ്റ് നല്ല ക്വാളിറ്റി ചോക്ലേറ്റിലുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ വേറെ കാണുന്നത്. കാര്യം ആൾക്കാർ ഇതിനെക്കുറിച്ച് അവെയർ ആകാൻ തുടങ്ങി. വേറൊരു ഇതുള്ളത്, കൊക്കോയുടെ പ്രൊഡക്ഷൻ വേൾഡ് വൈഡ് ഏകദേശം ഒരു സ്റ്റെബിലൈസ് ചെയ്ത ലെവലിലാണ്. ഡിമാൻഡ് കൂടുന്നതനുസരിച്ചിട്ട് കൊക്കോയുടെ പ്രൈസ് കൂടുന്നുണ്ട്. അതനുസരിച്ച് ചോക്ലേറ്റിൻ്റെ വില ഓവർ എ പീരീഡ് കൂടും. വേറൊരു വ്യത്യാസമുള്ളത്, പല ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും ഇന്ത്യയിൽ ഇനിയും ഒത്തിരി പേര് വരാനുണ്ട്. നമുക്കിപ്പം വിരലുണ്ടാവുന്ന ബ്രാൻഡുകളെ ഇന്നിപ്പോൾ ഞാൻ ശ്രീകൃഷ്ണനടുത്ത് ചോദിച്ചാലും പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതല്ല, ഇനി ഒത്തിരി വലിയ ബ്രാൻഡുകൾ വെളിയിൽ നിന്ന് വരാനുണ്ട്. അപ്പം അത് ചോക്ലേറ്റിൻ്റെ ക്വാളിറ്റിയും ചോക്ലേറ്റിൻ്റെ ഒരു അപ്രീസിയേഷൻ്റെ ലെവലും എല്ലാം വളരെയധികം വ്യത്യാസം കൊണ്ടുവരും. അതൊക്കെയാണ് ചോക്ലേറ്റ് ഇൻഡസ്ട്രി കാണുന്നത്. പിന്നെ ചോക്ലേറ്റ് ഇത്രയും നാളും ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നത് പലപ്പോഴും ചോക്ലേറ്റ് അല്ല, നമ്മളതിനെ ടെക്നിക്കലി വി കോൾ ഇറ്റ് ആസ് കോമ്പൗണ്ട്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊക്കോ നമ്മൾ അരച്ച് കഴിയുമ്പം, കൊക്കോ ബീൻസ് അരച്ച് കഴിയുമ്പം അത് 2 കമ്പോണൻ്റ് ഉണ്ട് അതിന്. ഒന്ന് കൊക്കോ സോളിഡും ഒന്ന് കൊക്കോ ബട്ടറും.
ഈ കൊക്കോ ബട്ടർ എന്ന് പറയുന്ന ആ ഇതിനെ മാറ്റിയിട്ട് പകരം വെജിറ്റബിൾ ഫാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കോ ബട്ടർ വളരെ എക്സ്പെൻസീവാണ്, അതിന് വേറെ മാർക്കറ്റുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റ് വില എടുത്താൽ കൊക്കോ ബട്ടർ ഏതാണ്ട് 1 കിലോയ്ക്ക് 3000 രൂപയുടെ മുകളിൽ വിലയുണ്ട്. ഹൈ ക്വാളിറ്റി കൊക്കോ ബട്ടറിന് അത്രയും വിലയുണ്ട് അതിന്. അതേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 200 രൂപയുടെ താഴെയുള്ള വെജിറ്റബിൾ ഫാറ്റ് വെച്ചാൽ. അപ്പോൾ അതിനെ നമുക്ക് ചോക്ലേറ്റ് എന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. പിന്നെ കോമ്പൗണ്ട് ആണെങ്കിൽ മെൽറ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ നമ്മളൊരു ഡാൽഡ ഇട്ട ഒരു 60 ഡിഗ്രി ചൂടാകുമ്പോൾ ഇത് പതുക്കെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പം കൊക്കോ ബട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് 24 ഡിഗ്രിയിൽ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. 20 ഡിഗ്രി 22 ഡിഗ്രി മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നല്ല ചോക്ലേറ്റ് വായിലിട്ട് അലിയുന്നത്. കാരണം നമ്മുടെ വായിക്കകത്തെ ടെമ്പറേച്ചർ 32 ഡിഗ്രിയോളാണ്. അപ്പം നല്ല ചോക്ലേറ്റ് വായിലിട്ടാൽ അലിക്കണം. അലിക്കുന്നതിൻ്റെ കുഴപ്പമല്ല, അതിൻ്റെ ഗുണമാണത്. അതേസമയം നമ്മൾ വെജിറ്റബിൾ ഫാറ്റ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചവച്ച് കഴിക്കണം, പല്ലിലൊട്ടുകയും ചെയ്യും. കാരണം അത് വെജിറ്റബിൾ ഫാറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഈ റിയലൈസേഷനൊക്കെ ആൾക്കാർക്ക് വന്നു കഴിയുമ്പം ആൻഡ് കൊക്കോ ബട്ടർ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പം ഈ റിയലൈസേഷൻ ആൾക്കാർ വന്നു കഴിയുമ്പോഴത്തേക്ക് കോമ്പൗണ്ട് എന്ന് പറയുന്നതിന് ആൾക്കാർ കഴിക്കുന്ന ഒഴിവാക്കി നല്ല ചോക്ലേറ്റിലോട്ട് വരികയും ചെയ്യും. ചോക്ലേറ്റ് കഴിക്കുന്നത് കൂടുതലും കുട്ടികളാണ് അല്ലേ? പാരൻസിന് കുട്ടികൾക്ക് ഇത് ചോക്ലേറ്റ് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും വലിയ കൺസേൺ പല്ലുകേടാവും. ഹെൽത്തി ആണോ ചോക്ലേറ്റ്? അത് ഈ ഹെൽത്തി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടോപ്പിക് ഓഫ് കണ്ടൻഷനാണ്, ഒരു തർക്കമുള്ളൊരു ഏരിയ ആണ്. ഏത് ഫുഡും നമ്മൾ മിതമായിട്ട് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. അത് ചോക്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇത് ഒരു ഓവർ എക്സാജറേറ്റഡ് അല്ലെങ്കിൽ ആൾക്കാരുടെ ഭയത്തിനെ മുതലെടുക്കുന്നതാണ് ഈ ആസ്പെക്ട്സ്. ഇതിന് അത് ഭയങ്കര ദോഷമാണെന്നൊക്കെ പറയുന്നത്. ഏതും പിന്നെ കുട്ടികളാണെങ്കിലും ഒരു പരിധിക്കപ്പുറം ചോക്ലേറ്റ് കഴിക്കുന്നതുകൊണ്ടല്ല. ഇൻഫാക്റ്റ് കൊക്കോയ്ക്കകത്തെ കോൺസ്റ്റിറ്റ്യുവൻസ് മറ്റേ പല്ലിൻ്റെ ഹെൽത്തിന് നല്ലതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസും അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ പ്രശ്നം അതല്ല, അതിനുശേഷം പല്ല് കഴിക്കാത്തതോ വാ കഴിയാത്തതാണ് പ്രശ്നം. ഇനി ചോക്ലേറ്റിനെ അല്ല കുറ്റം പറയേണ്ടത്. പേരൻസിന് എപ്പോഴും പേടിയാണല്ലോ കുട്ടികൾക്ക് ഇത് വാങ്ങിക്കൊടുക്കാൻ. അതെ, അത് ഒന്നത്. പിന്നെ രണ്ടാമത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് മധുരമുണ്ട്, വണ്ണം വയ്ക്കും, അതൊക്കെ ഫാക്റ്റാണ്. ലിമിറ്റഡ്, അതിപ്പം കുട്ടികളെ മാത്രം വെക്കേണ്ട, നമ്മളെ എടുത്താലും ഇത് തന്നെ പ്രശ്നം. പക്ഷേ അത് ഒരു സൈഡ് മാത്രം. പക്ഷേ ഞങ്ങളുടെ പെബിൾസിൻ്റെയൊക്കെ കൺസംഷൻ കുട്ടികളല്ല, കുട്ടികളെക്കാളും കൂടുതൽ മുതിർന്നവരാണ്. അതിനകത്ത് ബോത്ത് മെൻ ആൻഡ് വിമൻ ഉണ്ട്. അതുകൊണ്ട് ചോക്ലേറ്റിന് പ്രായമില്ല. As you said, it's a pleasure. It's a pleasure. It's a small pleasure which everybody can afford. നല്ല സാധനം കഴിക്കുക. നമ്മുടെ ബേസിക്കലി ലോഞ്ച് ചെയ്തപ്പോഴുള്ള തോട്ട് പ്രോസസ്സ് അതാണ്. നല്ല സാധനമാണെങ്കിലും കുറച്ച് കഴിച്ചാൽ മതി. You have any pleasureന്റെ മുകളിൽ തന്നെ you have any good message for an entrepreneur who wish to start or already started? എന്താണ്? You have any some message or something? 100%. ഞാൻ ഒന്നാമത്തെ കാര്യം, യു ഷുഡ് ഹാവ് എ ബിസിനസ് പ്ലാൻ. ഫസ്റ്റ് തിങ്. ചില കേസിൽ നമ്മൾ പ്രോട്ടോടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ സ്റ്റാൻഫോർഡിൽ പോയി പഠിച്ച പോലെ പ്രീറ്റോടൈപ്പ് ചെയ്യാം. ദർ ആർ വേസ് ഓഫ് ഡൂയിങ് ഇറ്റ്. ഈവൻ സ്മോൾ മോഡൽസ് ഉണ്ടാക്കിയിട്ട് ടെസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു ലെവൽ കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് എ പക്ക ബിസിനസ് മോഡൽ. ഇതിന് എത്ര ബിസിനസ് മോഡൽ ഉണ്ടാക്കിയാലും അഡാപ്റ്റേഷൻസ് വേണം, അതിനുള്ളൊരു മനസ്ഥിതിയും വേണം. രണ്ടാമത് ഒരു പ്രധാന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഗോളും സ്ട്രാറ്റജിയും തമ്മിലുള്ള വ്യത്യാസം അറിയുക. ഇറ്റ് ഈസ് വെരി ഈസി ടു പുട്ട് നമ്പേഴ്സ്. ഞാൻ അടുത്ത വർഷം ഇത്ര കോടി ചെയ്യും, അതിൻ്റെ അടുത്ത വർഷം ഇത്ര കോടി ചെയ്യും. പക്ഷേ ഈ ഇത്രയും എത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി ക്ലിയർ ആയിട്ട് വേണം. അത് പലപ്പോഴും ഞാൻ കാണുന്ന പലർക്കും ഉണ്ടായിട്ടില്ല. ആൻഡ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ കമ്പനി രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ നമ്മൾ ബിസിനസ്സിൽ പറയുന്ന പോലെ ബിസിനസ്സിലും ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു റിയാലിറ്റി ഫേസ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ബിസിനസ് ഓണേഴ്സിനോട് പറയുന്നത്, വെൻ യു ഹാവ് എ ബിസിനസ് പ്ലാൻ, ടൈം ട്രാവൽ വിത്ത് എ പ്ലാൻ. ആ പ്ലാൻ്റെ കൂടെ നിങ്ങളൊന്ന് ട്രാവൽ ചെയ്ത് നോക്കുക. 6 മാസം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, 1 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, 2 വർഷം. അതിന് കാശൊന്നും ചിലവാക്കണ്ടല്ലോ ട്രാവൽ ചെയ്യാൻ, അല്ലേ? പക്ഷേ അതൊരു പെയിൻഫുൾ പ്രോസസ് തന്നെയാണ്. പക്ഷേ ആരും പോകാറില്ല. അത് ട്രാവൽ ചെയ്യാൻ കൂടെ ഒരാളും കൂടി വേണം. നമുക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്ത് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ ഒരാൾ വേണം.
അപ്പോൾ അതിനകത്ത് ഞാൻ പലപ്പോഴും ഇതിനകത്ത് ബിൽഗേറ്റ്സിൻ്റെ ഒരു ഫേമസ് ഇത് എവിടെയോ പറഞ്ഞതായിട്ടൊരു കോട്ടുണ്ട്. അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇസ് ടു തിങ്ക്. മിക്ക ആൾക്കാർക്കും ചെയ്യാൻ വലിയ താല്പര്യവുമില്ല. അത് നമ്മൾ ഓർഗനൈസേഷൻസിലാണെങ്കിലും നമ്മൾ കാണുന്നൊരു പ്രോബ്ലം പലപ്പോഴും ഈ തിങ്കിങ് ഓൺട്രപ്രണറുടെ റെസ്പോൺസിബിലിറ്റി മാത്രമായിട്ട് മാറുക എന്നുള്ളതാണ്. ഡൗൺ ദ ലൈൻ തിങ്ക് ചെയ്യാനായിട്ട് വലിയ താല്പര്യമൊന്നും അവർക്കില്ല. ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ശരിയായിരിക്കത്തില്ല, പക്ഷെ നമ്മൾ തിങ്ക് ചെയ്തില്ല നമുക്ക് ഞാനെപ്പോഴും ഫണ്ണിയായിട്ട് പറയും, ശനിയും ഞായറും ഓണ്ടർപ്രണർ ഒറ്റയ്ക്കാണ്, തിങ്ക് ചെയ്യാൻ കൂടെ ആരും ഉണ്ടാവില്ല. മൺഡേ വന്നു കഴിഞ്ഞാൽ മാത്രമേ ടീം വരത്തുള്ളൂ തിങ്ക് ചെയ്യാൻ, കൂടെ തിങ്ക് ചെയ്യാൻ ചിലപ്പം. ഓക്കെ, സോ വിത്ത് ഓൾ പ്രഷർ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ഈശ്വർ. താങ്ക് യു സോ മച്ച്. Fintaxman, the mentor your business needs.